ആ സൗണ്ട് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ക്ഷേത്രങ്ങളിലെ മണിയുമായിട്ടാണ് പലപ്പോഴും തോന്നാറുള്ളത്. എൻഡ് ഓഫ് ദ സൗണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു നിശബ്ദതയാണ്. നിശബ്ദതയാണ് സൗണ്ട് ഹീലിംഗ്. എൻഡ് ഓഫ് ദ സൗണ്ട് ഹീലിംഗ് നിശബ്ദതയാണ്. നത്തിങ്. വളരെയധികം വിഷമങ്ങളിലൂടെ ആയിരിക്കും പോകുന്നത്. ചെന്നൊരു ദീപാരാധനയൊക്കെ തൊഴുത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും മനസ്സിന് ഭയങ്കരമായിട്ടൊരു ശാന്തതയായിരിക്കും. പക്ഷെ ആ മനസ്സിനെ എങ്ങനെയാണ് ഒരു ശബ്ദത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നത്? ശബ്ദത്തിന് മാത്രമേ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ഒരു വലിയ എക്സാമ്പിൾ ഉണ്ട് അതിനൊക്കെ. നമ്മളിവിടെ എൻജോയ് ചെയ്യാനാണ് വന്നതാണിത്. എല്ലാം എൻജോയ് ചെയ്യാനാണ് വരുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ക്രിയേഷൻ സ്റ്റാർട്ട് ആവുന്നത്. ആ ക്രിയേഷനിലൂടെ നമുക്ക് എന്തും നേടാൻ പറ്റും. ഈ നത്തിങ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സൗണ്ട് ഹീലിംഗിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? പല ആളുകൾക്കും മനസ്സുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ത്രൂ ഔട്ട് ഓൾമോസ്റ്റ് ആളുകൾക്ക് അറിയാം, ചിന്തിക്കുന്നുണ്ട്, ഒരു മനസ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നിശബ്ദതയാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് വേർഷൻ. രാഹുലിന് ഇപ്പം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാഹുലിന് 10 മിനിമമാണ് ഞാൻ പറയുന്നത്, ഒരു 10 ചിന്തകളെയും ഇത് കൊണ്ടുവരുന്നുണ്ട്. അവർ ദൂരെ ഇരിക്കുന്ന സ്പൂണിനെ അനക്കുന്നു, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ അനക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ സത്യമാണോ? ഇത് സാധ്യമാണെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പറിൽ നിന്നും സൗണ്ട് ഹീലറിലേക്ക് മാറിയ രാജേഷ് ബാലൻ ചേട്ടനാണ്. നമസ്തേ ചേട്ടാ. നമസ്തേ ചേട്ടൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു എന്ന്. അതിൽ നിന്നും പിന്നീട് സൗണ്ട് ഹീലിങ്ങിലേക്ക് വന്നു. അപ്പോൾ ചേട്ടൻ്റെ പല എപ്പിസോഡുകളും ബാക്ക് മീഡിയയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ സൗണ്ട് അല്ലെങ്കിൽ സൗണ്ട് എനർജി എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ബോളിൽ നമ്മൾ ചെയ്യുന്ന ഒരു മണിയുടെ സൗണ്ട് ആണെങ്കിൽ പോലും ആ സൗണ്ട് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ക്ഷേത്രങ്ങളിലെ മണിയുമായിട്ടാണ് പലപ്പോഴും തോന്നാറുള്ളത്. യഥാർത്ഥത്തിൽ ഇത് തമ്മിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇതിനു മുന്നേ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് കണ്ടെത്തിയതാണോ ഈ മണി വെച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന്? അതായത് ക്ഷേത്രത്തിൻ്റെ മണികളും ഈ ബൗളും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അഭേദ്യമായ ബന്ധം തന്നെയുണ്ട് ഇതിൽ. അപ്പോൾ ക്ഷേത്രത്തിലെ മണികൾ ബെല്ല് റിങ് ചെയ്യണ ടൈമിൽ, അതായത് മണി അടിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ വൈബ്രേഷനിൽ സൗണ്ടും ഉണ്ടാവും. അതായത് ഒരു വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് കേൾക്കാവുന്ന ആവൃത്തിയിലുള്ള വൈബ്രേഷൻ ആകുമ്പോഴാണ് അതിനെ സൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ സൗണ്ട് നമ്മൾ കേൾക്കുന്നു. ഈ വൈബ്രേഷനാണ് ആ ഒരു ഏരിയനെ ക്ലെൻസ് ചെയ്യണത്. അപ്പോൾ ആ വൈബ്രേഷൻ നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തുമ്പോൾ, അതായത് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ആവൃത്തിയാണ്. ഓക്കെ, അതിനെ അളക്കുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ നമ്മളുടെ തലച്ചോറ്, അതായത് ചെവികളിൽ കൂടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് അതിനെ ആ ഒരു സംഭവമാണ് നമ്മളെ ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് 1 to 10 ആണ് റിയലായിട്ടും ഉണ്ടാവുന്നത്. 1 ഹേർട്സ് തുടങ്ങി 10 ഹേർട്സ് വരെയുള്ള ശബ്ദത്തിനെ നമുക്ക് ബ്രെയിനിലേക്ക് ഡയറക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയി നമ്മളൊരു ദീപാരാധന, നമ്മൾ വളരെയധികം വിഷമങ്ങളിലൂടെ ആയിരിക്കും പോകുന്നത്. ചെന്നൊരു ദീപാരാധനയൊക്കെ തൊഴുത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ടൊരു ശാന്തതയായിരിക്കും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് റിയാലിറ്റിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ ഉണ്ടാവുന്ന ചാൻറ്റിങ്ങുകൾ, മന്ത്രങ്ങൾ ചൊല്ലുന്ന ചാൻറ്റിങ്ങുകൾ, പിന്നെ ഈ മണിയുടെ ശബ്ദങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ മനസ്സിനെയാണ് ഇത് ഹിറ്റ് ചെയ്യണത്. മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു കഴിവാണ് ഈ വൈബ്രേഷനുകൾക്ക് ഉണ്ടാവുന്നത്. ഇതുമൂലം നമ്മുടെ മനസ്സ് ശാന്തമാവുകയും ആ ശാന്തതയിലാണ് നമുക്കൊരു സ്വാസ്ഥ്യം ആയിട്ട് അനുഭവപ്പെടുന്നത്. അമ്പലത്തിൽ സിംഗിങ് ബൗളിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതിനേക്കാളും 1000 മടങ്ങ് നമുക്ക് ശാന്തമാക്കാനായിട്ട് സാധിക്കും മനസ്സിനെ. അതായത് തോട്ട്ലെസ് സ്റ്റേറ്റ്, ഈ ബുദ്ധനും ബോധോദയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടതാണ് അത്. തോട്ട്ലെസ് സ്റ്റേറ്റ് ആണ് അത്. ചിന്തകളില്ലാത്ത ഒരു സ്ഥലം, അത് അനുഭവിക്കും, കൃത്യമായ രീതിയിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഡിവൈസാണ് ഈ ബൗൾ, സിംഗിങ് ബൗൾ. ഇപ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് മണിയടിച്ചാൽ അല്ലെങ്കിൽ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റിവിറ്റികളെല്ലാം പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഓരോ ചിന്തകളെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ. അതായത് ഇപ്പോൾ ഒരാളെ കുറിച്ചുള്ള
കുറേ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നമ്മളാണ് ചിന്തിക്കുന്നത് ഒരാൾ എങ്ങനെ ആവണം, അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറി എന്നുള്ളത്. ആ ഒരു ചിന്തകൾ ഏറിയേറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മളുടെ മനസ്സിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഓരോ സ്റ്റേറ്റിലും ഇത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, ശബ്ദം കയറി വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാറ്റേണുകളൊക്കെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ശാന്തമാവുകയാണ് നമ്മൾ നേരെ ശാന്തമായി കഴിയുന്ന ടൈമിൽ ഇങ്ങനെയുള്ള തോട്ടുകളെ, അതായത് ഈ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിലൊക്കെ ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട് ഈ ഹാർഡ് ഡിസ്കിനകത്ത്. അതായത് ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ അത് സെക്ടറുകളാക്കി വെച്ച് മാറ്റി മാറ്റി ക്ലീനാക്കി വെക്കുക എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ സ്പേസ് കിട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലും അതുപോലെയാണ് സംഭവിക്കുക ഈ ശബ്ദം കയറി ചെല്ലാൻ ടൈമിൽ, പ്രത്യേകിച്ച് സിംഗിങ് ബോളിൻ്റെ സൗണ്ട് വരുമ്പോൾ. അപ്പോൾ അത് ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ ഒതുക്കി വെച്ചിട്ട് നമ്മളുടെ മൈൻഡിനെ ഒരു ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫുൾ ക്ലീൻ ആയിരിക്കും, നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഉള്ളിൽ. അതെങ്ങനെയാണ് നമുക്കത് ഫീൽ ആകുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതായത് നമ്മളിപ്പോൾ ഒരു സൗണ്ട് ഹീലിങ്ങിന് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിലെ ആദ്യം തന്നെ ആ ആൾക്കുള്ള ഒരു നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇന്ന മാതിരിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ജസ്റ്റ് കെടുക്കുകയാണ് ചെയ്യുന്നത്, വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് കിടന്ന് അയാൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ശബ്ദം ചെന്ന് കയറുന്ന സമയത്ത് അത് പല ആവൃത്തികളിലും വരും. അതായത് 369 അങ്ങനെയൊക്കെ പറയുന്ന ഹേർട്സുകളിലൊക്കെ ഉള്ള ശബ്ദങ്ങളൊക്കെയാണ് വരിക. ഓരോ ചക്രയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹേർട്സാണ് ഉപയോഗിക്കുന്നത്. ഈ ഓരോ ചക്രയിലും ഇത് പോയി ഈ ശബ്ദം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഈ ആളുടെ മനസ്സ് പൂർണ്ണമായിട്ട് ശാന്തമാവുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഒരു ബോഡി ഉണ്ടാവും, പിന്നെ ഒരു മനസ്സുണ്ട്, പിന്നെ ഒരു ആത്മാവുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പല ആളുകളും ആത്മാവിനെ കണ്ടു, കുറേ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ. ഞാൻ വിശ്വസിക്കുന്നത് അതൊരു എനർജി ആയിരിക്കാം, നമ്മളുടെ ഉള്ളിലുള്ള ഒരു എനർജി. അതെന്തായിരിക്കുന്നു ഒന്നും ഇതുവരെയും ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പലരും പല രൂപങ്ങളിലായിട്ടാണ് ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം, ഒരു മനസ്സ് ഉണ്ട്. പല ആളുകൾക്കും മനസ്സുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ത്രൂ ഔട്ട് ഓൾമോസ്റ്റ് ആളുകൾക്ക് അറിയാം, ചിന്തിക്കുന്നുണ്ട്, ഒരു മനസ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ബോഡീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കലി നമുക്ക് കാണാം, നമുക്കൊരു ബോഡി ഉണ്ട്, നമുക്കറിയാം. സ്ത്രീ ശരീരം അല്ലെങ്കിൽ പുരുഷ ശരീരം എന്ന് പറഞ്ഞിട്ട് ബോഡി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ മനസ്സിൽ എന്താണ് സംഭവിക്കണമെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ടില്ല, അല്ലെങ്കിൽ വീട്ടിലൊരു ബന്ധുവിനെ കണ്ടില്ല, അല്ലെങ്കിൽ അവരെന്തെടുക്കണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അത് എന്താണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് ആരും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാറില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഈ വ്യൂവേഴ്സ് കംപ്ലീറ്റ് കാണുന്ന ഈ മൊബൈൽ ഫോൺ വരെ ആരോ ഒരാളുടെ മനസ്സിൽ ഉണ്ടായ ഒരു കാര്യമാണ്. അതല്ലാതെ വേറെ ഫിസിക്കലി ഇവിടെ എന്തെങ്കിലും അത് ഭൂമിയിൽ പൊട്ടി വീണ കാര്യമൊന്നുമല്ല. സംതിങ് ഒരാളുടെ മനസ്സിൽ കണ്ട് അയാൾ ആ മനസ്സിലുള്ള കാര്യം പേപ്പറിലാക്കി പല കാര്യങ്ങളും ആൾക്കാരോട് ചിന്തിച്ചും ഇതൊക്കെ ആയിട്ട് ആണ് ഇത് അങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടായി വരുന്നത്. അപ്പം എല്ലാം എവിടെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏതൊക്കെയോ ഒരു മനസ്സിനകത്താണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മനസ്സാണ് എല്ലാം. പല ആളുകളും പറയും മനസ്സൊന്നുമല്ല, വേറെ എന്തൊക്കെയോ ആണ്. പക്ഷെ ആ മനസ്സിനെ എങ്ങനെയാണ് ഒരു ശബ്ദത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നത്? ശബ്ദത്തിന് മാത്രമേ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ഒരു വലിയ എക്സാമ്പിൾ ഉണ്ട് അതിനൊക്കെ. അതായത് ഇപ്പോൾ രാഹുലിനെ ഞാൻ നല്ല സ്നേഹത്തോടു കൂടി വിളിക്കുമ്പോൾ രാഹുലിനെ എങ്ങനെയാണ് ഫീൽ ചെയ്യുക? രാഹുൽ എന്തൊക്കെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താ ഫീൽ ചെയ്യുക? നമുക്ക് നല്ലൊരു ഹാപ്പി ഫീൽ ആയിരിക്കും. പകരം ഞാൻ രാഹുലിനെ ഭയങ്കരമായിട്ട് ചീത്ത പറയണ് എന്ന് വിചാരിച്ചോ, പൊട്ട വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത പറയണം, രാഹുലിനെ എങ്ങനെയാണ് ഫീൽ ചെയ്യുക? ദേഷ്യം വരും സ്വാഭാവികമായിട്ടും. രണ്ടും ഞാൻ എന്താ ചെയ്തേക്കണത്, ഒരു ശബ്ദമാണ് ഞാൻ പറഞ്ഞു. ഞാൻ രാഹുലിനെ ഇടിക്കുകയത്തോട് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ശബ്ദമാണ് നമ്മൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ശബ്ദത്തിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭയങ്കര ഇമ്പാക്റ്റാണ് ഉണ്ടാക്കണം. അതായത് ശബ്ദത്തിന് നമ്മളുടെ ഇമോഷനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, ഒരു ഇമോഷനാണ് നമുക്ക്. അതായത് ഇമോഷണൽ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്താൽ അറിയാം നമുക്ക് ഇമോഷൻ എന്തൊക്കെയാണ്. ദേഷ്യം, വൈരാഗ്യം, പേടി, ഇതൊക്കെ പറയണ ഇമോഷണൽ വരുന്ന ഡൗൺ ലെയറിൽ വരുന്ന കുറേ ഇമോഷൻസ് ഉണ്ട്. അത് മുകളിലേക്ക് പോകുന്ന കുറേ ഇമോഷൻ, അതായത് ഒരു 500ൻ്റെ ബിലോ ആണ് വരുന്നത്. 500ൻ്റെ അബോവിൽ വരുന്ന ഹാപ്പിനെസ്, ജോയ്, പീസ്ഫുള്ള്, ഇങ്ങനെയൊക്കെ ബ്ലിസ്ഫുൾനെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ വരുന്ന ഒരു ഇമോഷനുണ്ട്. ഈ മുകളിലെ ഇമോഷനേക്കാളും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന താഴെയുള്ള ഇമോഷനുകളാണ്. അതായത് അസൂയ, വൈരാഗ്യം, ദേഷ്യം, പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ഇതുകളാണ് ഏറ്റവും ലോവർ സ്റ്റേജിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യണത്. ഇതെല്ലാം വൈബ്രേഷനാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഭൂമി എത്രയോ കിലോമീറ്റർ സ്പീഡിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്പീഡിൽ കറങ്ങുന്ന ഒരു ബസ്സിലിരിക്കുകയാണെങ്കിൽ നമ്മളും വൈബ്രേറ്റ് ചെയ്യില്ലേ? ഇതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ചരാചരങ്ങളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേക ഋതത്തിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, രാഹുലിൻ്റെ ഹൃദയം ബീറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഋതമാണ്. ഓക്കെ, ആ ഋതം വിട്ട് കഴിഞ്ഞാണെങ്കിൽ എന്താ സംഭവിക്കുക? ഡോക്ടർ പറഞ്ഞ രാഹുലിൻ്റെ ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട്. ക്ലിയർ അല്ലേ? ഇതുപോലെ തന്നെ എല്ലാ സാധനവും ഒരു പ്രത്യേക ഋതത്തിലാണ് വർക്കുന്നത്. അത് ആ ഋതം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംതിങ് ഡിഫറെൻ്റ് ആയി. ആ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ എല്ലാം വ്യത്യാസവും. ഇവിടെ എല്ലാം അതിൽ വ്യത്യാസമാണ് വരുന്നത്. അതായത് നമ്മളുടെ ആ ഹൃദയം മാത്രമല്ല, ലങ്സും ഇതൊക്കെ ഒരു പ്രത്യേക ഋതത്തിലാണ്. ഇപ്പോൾ നമ്മളുടെ ഈ ശ്വാസം എടുത്ത് വിടുന്നത് ഒക്കെ ഒരു ഋതത്തിലാണ്. അതായത് ഒരാൾ സാധാരണ രീതിയിൽ 16 പ്രാവശ്യം കണ്ടാണ് ഒരു മിനിറ്റിലാണ്ട് ശ്വാസം വലിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അത്ര ഒന്നും ആവശ്യമില്ല. ഒരു 6 പ്രാവശ്യമൊക്കെ വലിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഒരു 6 പ്രാവശ്യമാണ് അത് വലിച്ചാൽ മതി എന്നാണ് പറയണത്. അതൊരു നോർമൽ കേസാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം പൂനെയിൽ പോയപ്പോൾ അവിടെ ഒരു ഇതുപോലുള്ളൊരു സെൻറ്റർ കണ്ടു. അതായത് നമ്മളുടെ മനസ്സിനെയൊക്കെ അറിയാൻ, നമ്മുടെ മനസ്സിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ അറിയാൻ പറ്റുന്ന ഒരു ഡിവൈസുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു സെൻറ്റർ. ഓക്കെ, മനഃശക്തി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ പറയണതൊക്കെ നമ്മൾ കണ്ടാൽ നമുക്ക് വണ്ടർ അടിച്ചു പോകും. നമുക്കൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ച ഒരു വണ്ടീനെ സ്റ്റാർട്ട് ചെയ്യാൻ വരെ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയും പവർഫുള്ളാണ് നമ്മളുടെ മൈൻഡ്. അത് യഥാർത്ഥത്തിൽ സത്യമാണ്. ഞാനും പലപ്പോഴും പല റീലുകളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചില കുട്ടികളെയൊക്കെ വെച്ചിട്ട് അവർ ദൂരെ ഇരിക്കുന്ന സ്പൂണിനെ അനക്കുന്നു, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ അനക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ സത്യമാണോ? ഇത് സാധ്യമാണെന്നാണ് പറയണത്. ഇപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതായത് മനസ്സിനെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ ഇത് സാധ്യമാണ്. അതായത് ഇതിൽ ഒരു വളരെ സിമ്പിളാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ബുർജ് ഖലീഫ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഒരാളുടെ മനസ്സിലുണ്ടായതാണ്. ഓക്കെ, അതാണ് ഇത്രയും വലിയൊരു ബിൽഡിംഗ് ആയിട്ട് അവിടെ വന്ന് കിടക്കുന്നത്. ഇതൊരു റിയാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മനസ്സിലുണ്ടായ ഒരു കഥയാണ് ഈ ഇത്രയും വലിയൊരു സംഭവമായിട്ട് മാറിയത്. അപ്പോൾ ഈ മനസ്സിന് അത്ര പവർഫുള്ളാണ്. അപ്പോൾ ഈ സൗണ്ട് ഹീലിംഗ് എങ്ങനെയാണ് ഈ മനസ്സിനെ പവർഫുൾ ആക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ മുഴുവൻ ഈ സൗണ്ട് എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്? കറക്റ്റ്. അതായത് ഈ സൗണ്ട് ഹീലിംഗിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുക. എൻഡ് ഓഫ് ദ സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശബ്ദതയാണ്. നിശബ്ദതയാണ് സൗണ്ട് ഹീലിംഗ്. എൻഡ് ഓഫ് ദ സൗണ്ട് ഹീലിംഗ് നിശബ്ദതയാണ്. നത്തിങ്, ഒന്നുമില്ലാത്ത ഒരു ബ്ലാങ്ക് സ്പേസ് കിട്ടും. പക്ഷേ നമ്മൾ പലപ്പോഴും സൗണ്ട് ഹീലിംഗ് നോക്കുമ്പോൾ ഈ ബോൾസ് ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും സൗണ്ടുകൾ നമ്മുടെ ചുറ്റിനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനെയാണ് നിശബ്ദത വരുന്നത്? അവിടെയാണ് നിശബ്ദത. അതായത് നിശബ്ദതയെ ശബ്ദം കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയും. അതായത് നിശബ്ദതയാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് വേർഷൻ. ഇപ്പം നമ്മൾ ശിവൻ അത് ഇതെന്നൊക്കെ, ശിവൻ്റെ കേസ് തന്നെ പറയുമ്പോൾ ഇതല്ല ഞാൻ പറയുന്നത്. അതായത് ശിവൻ എന്ന് പറയുന്നത് നിശബ്ദതയാണ്, ശാന്തത. അതായത് ഇപ്പോൾ ഒരു മറ്റേ ഈ ശവങ്ങൾ കത്തിക്കുന്ന ഇടം, ഇവിടെ ഒക്കെ ഫുൾ ശാന്തതയായിരിക്കും. അതായത് എൻഡ് ഓഫ് ദ സൗണ്ട് ദർ ഈസ് എ സ്പേസ് ഓഫ് നത്തിങ്നെസ് എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഒന്നുമില്ലാത്തൊരു സ്പേസ് കിട്ടും. ആ സ്പേസിലാണ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ചിന്തിക്കാൻ കൂടിയും പറ്റില്ല, അത്ര ബ്രില്യൻ്റായിട്ട് ഒരു ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ നിശബ്ദമായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എന്തിനാണ് ധ്യാനിക്കുന്നത്?
ധ്യാനം എങ്ങനെ ഓരോ പല ഇൻ്റർവ്യൂവറും എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ്, നിങ്ങളെങ്ങനെ ധ്യാനിക്കും, ധ്യാനം എന്താണ്? ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ധ്യാനങ്ങളാണ്. ഓക്കെ, ഞാൻ ധ്യാനിക്കുന്ന കാര്യമില്ല, രാഹുൽ ധ്യാനിക്കുക. അതുപോലുള്ള എല്ലാ ആളുകളും ഡിഫറെൻ്റ് ആണ്. പലരും അത് വെച്ച് സൂര്യനെ വെച്ച് ധ്യാനിക്കുന്ന ആളുകളുണ്ട്, ഈ തീനെ വെച്ച് ധ്യാനിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ഇത് വെച്ചിട്ട് ഡിവൈസുകളോ എന്തൊക്കെയോ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ധ്യാനം എന്ന് പറയുന്നത് ശൂന്യതയാണ് റിയാലിറ്റിയിൽ. പക്ഷെ നമുക്കങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ വേൾഡിലാണ് ജീവിക്കുന്നത്, നമ്മളുടെ ചുറ്റിനും ശബ്ദങ്ങളാണ്. നമ്മൾ ഓരോ ഇടത്തേക്ക് പോകുമ്പോഴും വ്യത്യസ്ത ശബ്ദങ്ങൾ നമ്മളെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് എങ്ങനെ നിശബ്ദനാകാൻ കഴിയും? അതായത് ഈ ധ്യാനം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സൗണ്ട് ഹീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ ധ്യാനിക്കാൻ പോകണം എന്നൊന്നും സൗണ്ട് ഹീലിങ്ങിൽ പറയുന്നില്ല. നിങ്ങൾ നോൺ വെജ് കഴിക്കരുത് എന്നുള്ളത് സൗണ്ട് ഹീലിങ്ങിൽ പറയുന്നില്ല. നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നില്ല. ഇതൊക്കെ അപ് ടു യു ആണ്. അതായത് നിങ്ങളാണ് എന്ത് ഡിസൈഡ് ചെയ്യണ ആൾ. ഓക്കെ, ഇവിടെ ആരും നിർബന്ധിക്കില്ല, ഒന്നിനും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ്? എന്തൊക്കെയോ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ തന്നെ തിരിച്ചറിയാൻ. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ എൻജോയ് ചെയ്യാനാണ് വന്നതാണത്. എല്ലാം എൻജോയ് ചെയ്യാനാണ് വരുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഇവിടെ വെച്ചേക്കണ ഇലകൾ, കുറേ ഇലകളും പൂക്കളും ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണം. നമ്മൾ മനുഷ്യരാണ്. ഈ ലൈറ്റിനെ എൻജോയ് ചെയ്യാൻ പറ്റണം, നിങ്ങളെ എൻജോയ് ചെയ്യാൻ പറ്റും. ഈ കസേര ഞാൻ എൻജോയ് ചെയ്യും. ഇപ്പം നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ആ കസേരനെ എൻജോയ് ചെയ്യുന്നുണ്ടാ? ഇല്ല, നിങ്ങൾ അറിയണം കൂടി ഇല്ല. പക്ഷെ അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നൊരു ചോദ്യം. എക്സാക്ട്ലി, ഈ ചോദ്യം ബെസ്റ്റാണ്. അതായത് നമുക്ക് സൗണ്ട് ഹീലിംഗ് ചെയ്ത ഒരു വ്യക്തി അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കസേരനെ ഞാൻ ഫുള്ളി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കത് ചെയ്യാൻ സാധിക്കണം. അതായത് നമ്മൾ ഈ കറൻറ്റ് മൊമെൻറ്റിൽ എത്തുമ്പോഴാണ് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാഹുലിന് ഇപ്പം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാഹുലിന് 10 മിനിമമാണ് ഞാൻ പറയുന്നത്, ഒരു 10 ചിന്തകളെയും ഇത് കൊണ്ടുവരുന്നുണ്ട്. അതായത് അടുത്ത ചോദ്യം എന്ത് ചോദിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇനി ഇതിലേക്ക് പോകേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത്, ഇതൊക്കെ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഇത് ഒന്നുമില്ലാതെ ഒരു ബ്ലാങ്ക് ആയിട്ട് ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രസമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും എന്ന് പറയും. അതായത് ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ മറ്റൊരു കാര്യം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാണ്. ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ പോലും ബ്ലാങ്ക് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകില്ലല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം ഏതെന്ന് ആലോചിച്ചെങ്കിൽ മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ സെക്ഷനൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അവിടെ എങ്ങനെയാണത് സാധ്യമാകുന്നത് ബ്ലാങ്ക് ആയി കഴിഞ്ഞാൽ? സത്യത്തിൽ ഞാനിപ്പോൾ രാഹുലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ വ്യൂവേഴ്സ് അറിഞ്ഞോ അറിയില്ല എന്നറിയില്ല, നമ്മൾ ഇന്നലെ സംസാരിച്ചു ഇതിനെക്കുറിച്ചിട്ട്. ഇന്നലെ രാത്രിയാണ് നമ്മളിത് കമ്മിറ്റ് ചെയ്യണത്, ഈ ഇൻ്റർവ്യൂവിന്. നൈറ്റ് ഒരു 10 മണിക്ക് ആയ ടൈമിലാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യണത്. കറക്റ്റ് അല്ലേ? അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, എന്ത് ചോദിക്കണമെന്ന് രാഹുലിന് അറിയില്ല. അപ്പം ഞാൻ തന്നെ ഈ നമ്മളുടെ ചാറ്റ് ജിപിയോട് ചോദിച്ചിട്ട് രാഹുലിനെ ഇതിനെക്കുറിച്ച് അറിയുമോയെന്ന് എനിക്കറിയില്ല, രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യണതായിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചാനലിൽ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അന്ന് വന്നപ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അത് രാഹുൽ തന്നെ ആയിരുന്നോ എന്നുള്ളത്. ഞാൻ അന്ന് കഴിഞ്ഞ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഞാൻ കാണാൻ, അതായത് പിന്നെ ഞാനൊന്നും ചിന്തിക്കുന്നില്ല. രാഹുൽ എനിക്ക് മെസ്സേജ് അയക്കണം, ഞാൻ ജസ്റ്റ് വായിച്ചു പോകണമെന്ന് മാത്രമല്ല. ഈവൻ ദോ ഇവിടെ വന്നിരുന്നു ഇപ്പോഴും ഞാനൊന്നും ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ആലോചിച്ച് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ചിന്തയിൽ. പക്ഷേ എനിക്കതിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് മൂവ് ഓൺ ചെയ്യണം. രാഹുൽ ചോദിച്ചതിൻ്റെ ആൻസറാണ് ഞാൻ പറയുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മളൊരു ചിന്ത ചിന്തിച്ചാൽ അതിൽ സ്റ്റിക്കാവും നമ്മൾ, അതായത് നമ്മളതിലൊട്ടി നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയാം. അതായത് നമ്മളൊരു കാര്യം മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് പോകും. നമ്മൾ ചിന്തിക്കാതിരുന്നാൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. എന്ത് കാര്യത്തിനും, എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിക്കുക. നമുക്ക് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചിന്തകൾ വിടണം. അത് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ട് കളയണം. എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ വന്നു, കാർ അവിടെ താഴത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്, അതെന്താണാവോ എന്ന് വിചാരിച്ചിട്ടിരുന്നെങ്കിൽ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഞാൻ അതിൽ നിന്നൊക്കെ വിടണം, എല്ലാ മെറ്റീരിയൽ എല്ലാ വേൾഡിൽ നിന്നും വിടണം എന്ന് കരുതിയിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞതല്ലേ, ഭാര്യയും ആളുകളൊക്കെ ഉള്ളതല്ലേ, ഇതൊന്നും ചിന്തിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്.
പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു നത്തിങ് ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്പേസ് നമുക്കുണ്ട്, അവിടെയാണ് ക്രിയേഷൻ സ്റ്റാർട്ട് ആവുന്നത്. ആ ക്രിയേഷനിലൂടെ നമുക്ക് എന്തും നേടാൻ പറ്റും. ഈ നത്തിങ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സൗണ്ട് ഹീലിങ്ങിന് ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? സൗണ്ട് ഹീലിങ്ങിൽ ഓരോ ഫ്രീക്വൻസികളാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ടെക്നിക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അതായത് ഇത് കൃത്യമായ ഒരു ഫ്രീക്വൻസിയാണ് അപ്ലൈ ചെയ്യുക. അതായത് സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കെടുക്കുകയാണ് ചെയ്യുക. അയാൾ ശവാസനം എന്ന് പറയില്ലേ നമ്മൾ, അതേ രൂപത്തിലാണ് അയാൾ കെടുക്കുക. അയാൾ കിടന്ന് നമ്മൾ സൗണ്ട് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നമ്മൾ അയാൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇന്നതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണത്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് അയാൾക്ക് കൊടുക്കുക. അത് അയാളെ ആക്സെപ്റ്റ് ചെയ്യണേ ചെയ്യണത്. ഓക്കെ, അയാളെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ അയാൾ ഫുള്ളി കംഫർട്ടാവും അയാൾ. ഓക്കെ, ഈ കംഫർട്ടായി കഴിയുന്ന ടൈമിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഫ്രീക്വൻസികൾ അയാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഒരു ഗിവ് ആൻഡ് ടേക്ക് മാതിരി. ആദ്യം തന്നെ അയാൾക്ക് ഒരു ഫ്രീക്വൻസി കൊടുക്കും, അതിന് റിപ്ലൈ അയാൾ തരും. അത് അയാൾ സംസാരിക്കുകയൊന്നും ചെയ്യില്ല, നമുക്കറിയാൻ പറ്റും ഇയാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്നുള്ളത്. അവിടുന്ന് അയാളുടെ സഹസ്രാര ചക്രയുടെ ഫ്രീക്വൻസി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾക്കും അയാൾക്കും തമ്മിലൊരു കണക്ഷൻ വിടും. ഇത് ചക്രങ്ങളുമായിട്ട് കണക്റ്റഡ് ആവും. അതായത് എനിക്ക് ഇപ്പം ഞാനൊരു സൗണ്ട് ഹീലറാണെന്നുണ്ടെങ്കിൽ, രാഹുൽ ഒരു ഇത് ഹീലിംഗ് എടുക്കാൻ വന്ന ആളാണെങ്കിൽ, ഇത് സമയത്ത് തന്നെ ഞാനും രാഹുലും തമ്മിൽ കണക്റ്റഡ് ആവും. അതായത് നമ്മളൊരു ഫോൺ കോള് വിളിക്കില്ലേ നമ്മൾ, അതുപോലെയാണ്. അതായത് ഇപ്പോൾ രാഹുൽ ഇപ്പം എങ്ങനെയാണ് എന്നെ വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ രാഹുലിനെ വിളിക്കും, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് പോവുക. അതായത് നമ്മളിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് രാഹുലിനെ വിളിക്കണം. അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യണം, ഒരു നമ്പർ കിട്ടി രാഹുലിൻ്റെ, ആ നമ്പറിൽ ഡയൽ ചെയ്യണം. ഈ നമ്പർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നേരെ അടുത്ത ടവറിലേക്കാണ് ചെല്ലുക. ഒരു വൈബ്രേഷൻ, ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു, ടവറിലേക്ക് ഫ്രീക്വൻസി ചെല്ലുകയാണ്. അത് ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല, അത് അവരുടെ എൻജിനീയേഴ്സിനൊക്കെ അറിയാം എത്ര ഫ്രീക്വൻസിയിലാണ് അത് വരിക. അത് ചെയ്യണം. എനിക്ക് കേബിളൊന്നും ഇല്ല, കറക്റ്റ് അല്ല, ഞാനൊരു ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു വൈബ്രേഷൻ ടവറിലേക്ക് ചെല്ലുകയാണ്. ഈ ടവർ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റിൽ അത് അടുത്തുള്ള എക്സ്ചേഞ്ചിലേക്ക് പാസ് ചെയ്യും. രാഹുൽ എറണാകുളത്താണോ ഇരിക്കുന്നത്, തിരുവനന്തപുരത്തായിരിക്കണമെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. ഓക്കെ, എക്സ്ചേഞ്ച് കൊടുത്തു കഴിയുമ്പോൾ എക്സ്ചേഞ്ച് നേരെ സാറ്റലൈറ്റിന് വിടുകയാണ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് തീരുമാനിക്കും രാഹുൽ എവിടെ ഇരിക്കണമെന്നുള്ളത്. അത് നിയറസ്റ്റ് എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കും. ഓക്കെ, നിയറസ്റ്റ് എക്സ്ചേഞ്ച് കൊടുക്കുക. ഉടനടി അവിടെ നിന്ന് ടവറിൽ ചെല്ലുന്നു. ടവർ നേരെ രാഹുലിനെ മൊബൈൽ റിങ് ചെയ്യിപ്പിക്കും. അല്ലേ? അങ്ങനെ ഇതേ മോഡിലാണ് ഈ ഹീലിങ്ങിന് കിടക്കുന്ന ആളും ഞാനും തമ്മിൽ വരിക. അതായത് ഒരു ഡിവൈൻ കണക്ടിവിറ്റി എവിടെയോ ഉണ്ട് സംതിങ്. ഓക്കെ, ഞാൻ എൻ്റെ പവർ ഞാൻ അതിലേക്കാണ് അപ്ലൈ ചെയ്യുക. അവിടെ നിന്ന് ആ ഡിവൈൻ കണക്ഷൻ രാഹുലിനോട് അത് ജസ്റ്റ് എന്താ പറയുക ചോദിക്കും എന്നാണ് പറയുന്നത്. രാഹുലിനോട് ഒരു കണക്ട് ചെയ്യാൻ ചോദിക്കും. രാഹുൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കണക്റ്റഡ് ആവും എന്ന് കരുതിയിട്ട് എനിക്ക് രാഹുലിൻ്റെ എല്ലാ കഥയും എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം എനിക്ക് ചോദിക്കാം, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതൊരു വേറെ ഒരു ഹിപ്നോട്ടിസോ ഒന്നുമില്ല ഇതിനകത്ത്. ഞാനിങ്ങനെ ഇരുന്ന് രാഹുൽ എന്ത് വിശേഷം അങ്ങനെ ഒന്നുമല്ല ഞാൻ ചോദിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് മിണ്ടാണ്ടിരുന്നാൽ മതി. രാഹുലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് എനിക്ക് ഐഡൻറ്റിഫൈ ആവും എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ സെൻസ് ചെയ്യാൻ പറ്റും.